ടൂറിസമാണ് നഷ്ടപ്പെടുന്നത്. ഈ ടൂറിസം രംഗത്ത് ഇവിടുത്തെ ഓൺലൈൻ ടാക്സിക്കാർ വന്നിട്ടൊന്നുമല്ല ടൂറിസം രംഗം ഇത്രയും വളർന്നത്. ഇതിൻ്റെ അകത്ത് ഇവിടെയുള്ള പരമ്പരാഗത തൊഴിലാളികളും പാക്കേജ് ഡ്രൈവേഴ്സിൻ്റെയും കഷ്ടപ്പാട് തന്നെയാണ്. എത്രയോ ദിവസങ്ങൾ 10 ദിവസം 12 ദിവസം ഈ ഗസ്റ്റിനെയും കൊണ്ട് വാഹനത്തിൽ ചുരുണ്ടുകൂടി കിടന്ന്, അല്ലെങ്കിൽ അവർ ഛർദ്ദിക്കുന്നത് കഴുകിക്കളഞ്ഞ്, അല്ലെങ്കിൽ കുളിക്കാനോ ഒരു നേരം ബാത്റൂമിൽ പോകാനോ സൗകര്യമില്ലാതെ ഈ വിദേശത്തു നിന്ന് വരുന്ന തൊഴിലാളികൾ, നമ്മുടെ വിദേശികളെ, അവരെ ഈ കേരളത്തിന്റെ എല്ലാ ഭംഗികളും കൊണ്ട് കാണിക്കുന്നത് ഇവിടുത്തെ പരമ്പരാഗത തൊഴിലാളികളും പാക്കേജ് ഡ്രൈവർമാരുമാണ്. ഇവിടെ നിങ്ങളെല്ലാവരും പറഞ്ഞല്ലോ, അതായത് ഇവിടുത്തെ ടൂറിസം നഷ്ടപ്പെടും. ടൂറിസത്തിന് അങ്ങനെയാണ്. അത് നമ്മുടെ ബഹുമാനായ ശ്രീകണ്ഠൻ നായർ പോലും അദ്ദേഹം പോലും ഒരു പരാമർശം നടത്തി. എവിടെയോ കണ്ട ഒരു കമന്റ്, അതിൽ ഇന്ത്യയിലേക്ക് വരുന്ന ആളുകൾ പ്രത്യേകിച്ച് കേരളത്തിൽ പോകുമ്പോൾ അവിടെ ഞരമ്പ് രോഗികൾ ഉണ്ട് എന്ന കമന്റ് കണ്ടു എന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി വേദന ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. കാരണം എന്താണ്, ഞങ്ങളൊക്കെ കുടുംബവും കുട്ടികളുമായിട്ട് ജീവിക്കുന്നവരല്ലേ. അങ്ങനെ ഒരു പരാമർശം ഏതെങ്കിലും ഒരു വിവരമില്ലാത്തവൻ എവിടെയെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഇതിൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചാൽ അതെടുത്ത് അഡ്രസ്സ് ചെയ്യുക, അത് ശരിയാണോ? അത് ഇപ്പം നിങ്ങളെക്കുറിച്ച് ഒരു മോശമായ രീതിയിൽ മറ്റുള്ളവർ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് വേദന ഉണ്ടാവും? ഒരാൾ ചെയ്ത തെറ്റിന്, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് മാത്രമായി ഉണ്ടായ വിഷയങ്ങൾക്ക് കേരളത്തിൽ ടൂറിസം ടാക്സി മേഖലയിൽ നിൽക്കുന്ന തൊഴിലാളികൾ ഒന്നടങ്കം ഇതിന്റെ ഭാഗമാണ് എന്ന് ദയവായി പത്രക്കാർ ചിത്രീകരിക്കരുത്. നിങ്ങളുടെ സഹായം വേണം ഞങ്ങൾക്ക്, അത് ഞങ്ങൾ ഒരിക്കലും നിഷേധിക്കുന്നില്ല. ഇന്നിപ്പം ഞങ്ങളിവിടെ പത്രസമ്മേളനം പോലും നടത്താൻ വന്നതിന്റെ കാരണം എന്താണ്? ഇത് പൊതുജനം അറിയണം, അധികാരികൾ അറിയണം. ഞങ്ങൾ ഈ അക്രമത്തിനും ഇതിനും ഒന്നും കൂട്ടുനിൽക്കുന്നവരല്ല. ഞങ്ങൾ മാന്യമായ രീതിയിൽ പട്ടിണിയും പരിവട്ടവും ഒക്കെ ആണെങ്കിലും ഞങ്ങളുടെ തൊഴിലിന്, ഞങ്ങളുടെ വാഹനത്തിൽ കയറുന്നവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച്, ഞങ്ങളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറ്റിവെച്ച് റോഡിലൂടെ പോകുന്ന വാഹനം എന്താണ് എന്ന് ആ മറ്റുള്ള വാഹനങ്ങളെ മുട്ടാതെയും തട്ടാതെയും കൊണ്ടേ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ, അത് ഒരു പരിധിവരെ ഇവിടെ ടൂറിസത്തിൽ ഒരു മിനിറ്റ്, ഒരു പരിധിവരെ ഈ ടൂറിസം ഏതാ ഇല്ല ഒരു മറുപടിയും തന്നിട്ടില്ല. നിലവിൽ സർക്കാർ ഫയലുകൾ നമ്മൾ കൊടുക്കുന്ന പരാതികൾ ജെന്യൂനാണ്. നിങ്ങൾക്ക് അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഞങ്ങൾ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും എഴുതി ചേർക്കപ്പെടുന്നില്ല. അത് അതാണ് ഞാൻ പറഞ്ഞത് സഹോദര. യൂബർ എന്ന് പറയുന്ന ഡ്രൈവർമാർ കോൺട്രാക്ടർമാരാണ്. ആ കമ്പനിയുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് വ്യവസായം. നിങ്ങൾ പറഞ്ഞ 2019 കോടതിയുടെ വിധിയല്ലേ നിങ്ങൾ പറയുന്നത്? ഒരു മിനിറ്റ്, നിങ്ങൾ ആ 2019 നിങ്ങളുടെ സ്ക്രീനുകളിൽ കാണിച്ച 2019 വിധിയാണല്ലോ പറയുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ അഗ്രിഗേറ്റർ പോളിസി 2020 നടപ്പാക്കിയതാണ്. പറയട്ടെ, അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഞാൻ നിങ്ങളിങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാരോട് ചോദിച്ചാൽ അങ്ങനെ പറയാൻ കഴിവുള്ള ഒരാളൊന്നുമല്ല ഞാൻ. വസ്തുത വെച്ച് പറയാം. ഒരു മിനിറ്റ് വസ്തുത വെച്ച് പറയാം. ഞാൻ പറഞ്ഞതിന്റെ ബാക്കി ഒന്ന് പറഞ്ഞോട്ടെ. പറയട്ടെ, അത് തന്നെയാണ് പറഞ്ഞു വരുന്നത് ഞാൻ. ആ കോടതി വിധി 2019 ആണല്ലോ. എന്നാൽ കേന്ദ്ര മോട്ടോർ നിയമം, അന്നുണ്ടായിരുന്ന നിയമം അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവർ കോടതിയിൽ പോയത്. തോപ്പമ്പടിയിലുള്ള ഒരു പയ്യനാണ് ആ കേസിന് യൂബർ കമ്പനിക്ക് വേണ്ടി പോയിട്ടുള്ളത്. ആ 2019 വിധി, അതിനെ വ്യത്യസ്തമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പുതിയ മാനദണ്ഡ പ്രകാരമാണ് അഗ്രിഗേറ്റർ പോളിസി കൊണ്ടുവന്നത്. ആ പോളിസി വന്നപ്പോഴത്തേന് ഈ വിധി അപ്രസക്തമാണ്. അത് കോടതി പോകുന്നേ ഞങ്ങൾ പോകുകയല്ലെന്നല്ല പറയുന്നത്. ഇത് ഈ സാധനം നടപ്പാക്കിയില്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകും. ഇതിൻ്റെ അകത്ത് ബഹുമാനായ സനോജെ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നിയമപരമായി സർവീസ് നടത്താൻ ഇഷ്ടമുള്ളവർ തന്നെയാണ്. ഞങ്ങളുടെ സഹോദരങ്ങളായി യൂബർ ഓടിക്കുന്ന ഡ്രൈവർമാർ, അവരെ ഞങ്ങൾ ഒരിക്കലും തള്ളിപ്പറയുന്നില്ല. പക്ഷെ അവരറിയാത്ത കാര്യങ്ങൾ അവരറിയണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇത് വിളിച്ചിട്ടുള്ളത് പോലും. അതിൻ്റെ അകത്തൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. ഞങ്ങൾ ആരെയും എവിടെയായാലും ഈ യൂബറിന് ലൈസൻസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇത് ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുത്താമോ?
ഞങ്ങളത് ചെയ്യാത്ത എന്താണെന്നറിയാമോ? അവരുടെയും കുടുംബം മുന്നോട്ട് പോകണം. അവർക്ക് നിയമപ്രകാരം ഈ കമ്പനി ഇല്ലെങ്കിൽ പോലും കേരളത്തിലെ നിരത്തുകളിൽ ഓടാൻ അനുവാദമുണ്ട്, അവകാശമുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സംശയമില്ല. പക്ഷേ അവർ മനസ്സിലാക്കേണ്ടത് ഒരു തൊഴിൽ മേഖലയിൽ കുറച്ചധികം ആളുകൾ ഉള്ളപ്പോൾ അവരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരവിടെ ചെന്ന് നിർബന്ധപൂർവ്വം ഞാൻ കമ്പനിയുടെ ഇതിന് വന്നതാ, ഇവിടുന്ന് ഞാൻ എടുക്കും എന്ന് പറയുന്ന ആ ഒരു നിലപാടിനോടാണ് നമുക്ക് വിയോജിപ്പുള്ളത്. ആയിക്കോട്ടെ, അല്ല അല്ല അത് ഞങ്ങൾ ഈ അഗ്രികൾച്ചർ പോളിസി വെച്ച് തന്നെയാണ്. ഗവൺമെന്റിന്റെ പ്രതിനിധിയായ മന്ത്രി തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹം പറഞ്ഞ എന്താണ്, ഇവിടെ ഒരു കമ്പനി, അതും ആപ്ലിക്കേഷൻ കൊടുത്തിട്ടേ ഉള്ളൂ, ശരിയല്ലേ? റാപ്പിഡ് എന്ന് പറയുന്ന കമ്പനി ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ, അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അല്ല, അവര് തൊഴിൽ ചെയ്യാൻ പാടില്ലെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ലെന്നേ. ഞങ്ങളും അവരെ പോലെ തൊഴിലെടുക്കാൻ വേണ്ടിയും ജീവിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ കിടക്കുന്നേ. ഞങ്ങളുടെ പാർക്കിംഗ് സ്ഥലങ്ങൾ ഇപ്പൊ ഇവിടെ കോട്ടയത്ത് തന്നെ മുനിസിപ്പാലിറ്റി അംഗീകരിച്ച എത്ര സ്റ്റാൻഡ് ഉണ്ടെന്ന് സനോവിനറിയാമോ? ആ മുനിസിപ്പാലിറ്റി അംഗീകാരമുള്ള സ്റ്റാൻഡുകളാണ്. അതിൻ്റെ പരിസരത്ത് വന്നിട്ട് ഈ യൂബർ ആപ്പ് ഉപയോഗിച്ചിട്ട് അവിടെ നിന്നും ഒരു സാമാന്യ നമുക്ക് ഒരു മര്യാദ അനുസരിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ നിന്നും ഒരാളെ കയറ്റിക്കൊണ്ട് പോകുമ്പോഴത്തേന് രാവിലെ ചിലപ്പോൾ 6 മണിക്ക് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഈ വണ്ടിയും കഴുകി ചിലപ്പോൾ കാപ്പി പോലും കുടിക്കാതെ വന്ന് കിടക്കുന്നവരാവും. ചിലപ്പോൾ കിട്ടുന്ന വൈകിട്ട് 8 മണിക്കായിരിക്കും ഒരു ഓട്ടം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അവർ കൃത്യമായിട്ട് ഇതൊരു തൊഴിൽ മേഖലയാണ്, അവിടെ തർക്കം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവരും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ല, അത് നിങ്ങളുടെ തെറ്റായ അല്ല, നിങ്ങളുടെ പ്രശ്നം. അത് ഞാൻ പറഞ്ഞുതരാം, അത് നിങ്ങളുടെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലാഭം മാത്രമാണ് നിങ്ങൾ നോക്കുന്നത്. 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് എറണാകുളത്ത് പോകാം. ഒരു പരമ്പരാഗത സാറേ, ഒരു മിനിറ്റ്. ഇവിടുന്ന് ഈ സ്റ്റാൻഡിൽ നിന്ന് ഒരു വണ്ടി നിങ്ങൾ വിളിച്ചുകൊണ്ട് പോയി എറണാകുളത്ത് പോയി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചിവിടെ വരുമ്പോൾ, അതായത് അപ്പ് ആൻഡ് ഡൗൺ വാടക കൊടുക്കണം. പിന്നെ ഒരു മണിക്കൂറിന് 50 രൂപ സർക്കാർ നിശ്ചയിച്ച പേയ്മെന്റ് ഇത് കൊടുക്കണം, വെയിറ്റിംഗ് ചാർജ് കൊടുക്കണം. ഞങ്ങൾ നിശ്ചയിച്ചതല്ലത്, സർക്കാർ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വാടകയാണ്. അത് നിങ്ങൾക്ക് തരാൻ കഴിയില്ല. നിങ്ങൾ പബ്ലിക് എല്ലാവരും പറയുന്ന ഒരു ഭാഗമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ 1400 രൂപ അല്ല 1500 രൂപയ്ക്ക് ഇവിടെ വരുന്ന ഒരു യൂബറിന്റെ ഡ്രൈവർ അല്ല ആ കോൺട്രാക്ട് ബേസിൽ ഓടുന്ന ഒരു ഡ്രൈവർക്ക് എത്ര രൂപ സാറേ അതിൻ്റെ അകത്ത് ഡീസലും കഴിഞ്ഞിട്ട് ബാലൻസ് കാണും സാറേ? അത് അവരോട് ചോദിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ നിങ്ങളുടെ ഭാഗം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അല്ല, നിങ്ങൾ നിങ്ങളുടെ ഭാഗം. അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് ആദ്യം ചോദിച്ച ഒരു ചോദ്യം. നിങ്ങളിവിടെ കേരളത്തിൽ പത്രമാധ്യമ രംഗത്ത് സജീവമായി നിങ്ങൾ ആ കമ്പനിയുടെ കീഴിൽ അല്ലെങ്കിൽ ആ ചാനലിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് ഇവിടെ എഗൻസ്റ്റ് ആയിട്ട് ഒരു മൾട്ടിനാഷണൽ കമ്പനി ഇവിടെ വന്നിട്ട് നിങ്ങളിപ്പോൾ 1000 രൂപ ഒരു പരസ്യത്തിന് മേടിക്കുന്നു, അവർ 250 മേടിച്ചാൽ നിങ്ങളെ ആ കമ്പനിക്ക് സംരക്ഷിക്കാൻ പറ്റുമോ? അതിനൊരു ഉത്തരം എന്താ നിങ്ങൾ? ആയിക്കോട്ടെ. അല്ല, അതായത് നമ്മുടെ നാട്ടില് അത് നിങ്ങൾക്ക് പത്രക്കാരുടെ ഒരു ധർമ്മം അനുസരിച്ച് നിങ്ങളുടെ ഒരു ചോദ്യമായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അല്ല, നിങ്ങൾക്ക് വേണ്ടത് അല്ലെന്നേ ഞങ്ങളിപ്പം നിയമപരമായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ അകത്തെ ലാഭവിഹിതവും മറ്റു കാര്യങ്ങളും തട്ടിക്കാനല്ല ഞങ്ങൾ വന്നത്. ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ഒരു നിയമമുണ്ട്, ആ നിയമം അത് ലംഘിക്കപ്പെടുക എന്നാണ് പറഞ്ഞത്. ആ യൂബർ എന്ന് പറയുന്ന കമ്പനിക്ക് നിങ്ങൾ അതിൻ്റെ ഒരു യൂബറിൻ്റെ കമ്പനിയുടെ ഒരാളേലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങളെയോ സർക്കാരിനെയോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലോ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ കാണിക്കുന്നേ? ഇതാരാ കൊണ്ട് കൊടുക്കുന്നേ? നിങ്ങൾ ഒരു പരാതിക്കാരനെ കൊണ്ടുപോവാ.
ഈ യൂബറിന്റെ കസ്റ്റോഡിയൻ ആരാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നിങ്ങൾ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തല്ലോ. ഇതിന്റെ ഓഫീസ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വസ്തുതാപരമായിട്ട് റിപ്പോർട്ട് ചെയ്യും. ഇതിനൊരു കസ്റ്റോഡിയൻ ഉണ്ടെങ്കിൽ, അതായത് ഈ പോളിസിയിൽ ഒപ്പിടേണ്ട ആരാ? കമ്പനിയുടെ ആളാ. ആ കമ്പനിയുടെ ആളാ എവിടെ? ഈ തൊഴിലാളികൾ 16,000-ഓളം വരുന്ന തൊഴിലാളികളുടെ തൊഴിൽ മേഖല തകർത്തതിൽ ഈ കമ്പനിക്ക് പങ്കുണ്ട്. ആ തൊഴിലാളികളെ സംരക്ഷിക്കാൻ അവരുടെ ആപ്പ് ഉപയോഗിച്ച് അവർ ഓടുന്നത്. ഏതാ? ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. അതായത് നമ്മുടെ രാജ്യത്ത് ഒരു വ്യവസ്ഥയുണ്ടല്ലോ. എന്താണ്? നമുക്ക് അങ്ങോട്ടും പോയി ചെയ്യാം, ഇങ്ങോട്ടും വന്ന് ബിസിനസ് ചെയ്യാം. അല്ല, ആയിക്കോട്ടെന്ന്. അതിന് ഇന്ത്യയിൽ ഈ എടുത്തിരിക്കുന്ന ആൾക്കാർ ഫ്രാഞ്ചൈസികളാണ്. അവരെ ഈ കമ്പനി, ഇപ്പം നിങ്ങളുടെ ഒരു സാധനം ഇദ്ദേഹം വാങ്ങിയിട്ട് എന്നോട് നിങ്ങളൊരു വില പറയുന്നു, ഇദ്ദേഹം അത് കൂട്ടി എന്നോട് പറയുന്നു, അത് ഞാൻ കൊടുക്കുന്ന ഇദ്ദേഹത്തിന് കിട്ടുന്നു, നിങ്ങൾക്ക് കിട്ടുന്നെന്ന് പറഞ്ഞ പോലെ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഈ പോളിസി ഇവിടെ സർക്കാർ കൊണ്ടുവന്നതിൻ്റെ കാരണം തന്നെ ഇവിടെ വലിയൊരു സാമ്പത്തിക ലോസ് ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഗോവയിൽ ഇത് നിരോധിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാമോ? അവിടുത്തെ ടൂറിസം നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഗോവയിൽ ഇത് നിരോധിച്ചിട്ടുണ്ട് യൂബർ. അല്ല, ഞങ്ങൾ തടയുന്നല്ലോ ഞങ്ങൾ പറഞ്ഞത്. ഇത്രയും നേരം ഞങ്ങൾ എന്താ പറഞ്ഞത്? അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഇതിനെ കൃത്യമാക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ ഭരണ സംവിധാനത്തിനാണ്. അതെങ്ങനെയാണ് വന്ന് തടഞ്ഞത്? ഞാൻ ആ സംഭവങ്ങൾ മൊത്തം നിങ്ങളുടെ ചാനലിലൂടെയും അല്ലാതെ ഞാൻ അറിഞ്ഞ എറണാകുളത്തു നിന്ന് 25ഓളം പേര് ഒരു വാഹനത്തിൽ ഇവിടെ വന്നിട്ട് വഴക്കുണ്ടായി. അവർക്കാരും അധികാരം കൊടുത്ത യൂബറിന്റെ പേര് ഇവിടെ വന്ന് തർക്കം ഉണ്ടാക്കാനും അടിയുണ്ടാക്കാനും? നിങ്ങൾ ഏതെങ്കിലും പത്രങ്ങൾ എഴുതിയോ? ഇപ്പം ഇവർ ചെയ്ത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ പാടില്ല, അത് ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിനെ കരുതി കൂട്ടി 25ഓളം ആളുകൾ ഒരു ട്രാവലറിൽ ഇവിടെ വന്നിട്ട് ആ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേന് പോലീസ് കേസെടുക്കേണ്ട ആർക്കെതിരെയാ? നമ്മളിപ്പോൾ മറ്റൊരു ജില്ലയിൽ പോയി അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയി അവിടെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പേര് കേസെടുക്കില്ലേ? നമ്മളവിടെ പോയി മനഃപൂർവ്വമായി ഇതുണ്ടാക്കിയെന്ന് എടുക്കില്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇവിടെ. ഇത് ഞാൻ പറഞ്ഞല്ലേ, ഇതൊരു തൊഴിൽ മേഖലയാണ്. അവിടെ ഈ തൊഴിലാളികളും മനസ്സിലാക്കണം, ജനങ്ങളും മനസ്സിലാക്കണം. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ലാഭങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഇത് സർക്കാർ ഇത് അംഗീകരിച്ച് ഇതിൻ്റെ രീതിയിൽ പോയാൽ ആ റേറ്റിൽ എല്ലാവരും ഓടാൻ റെഡിയാന്ന്. ഞങ്ങളും ഓടാൻ റെഡിയാ, ഞങ്ങൾ ജീവിക്കാൻ കിടക്കുന്നവരാ. പക്ഷെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണം. അതിവിടെ ഇല്ല. അതിവിടെ ഇല്ലാത്തതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ഈ കമ്പനി ഇവിടെ നടത്തുന്ന ഈ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിച്ചാൽ വലിയ കാര്യങ്ങൾ പുറത്തു വരും. അതൊന്നും പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ശേഷിയുള്ളവരല്ല ഞങ്ങളാരും. ഞങ്ങളൊന്നും അതിനുള്ളതല്ല. ഞങ്ങൾക്ക് വസ്തുതകൾ വെച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിച്ച് പൊതുജനങ്ങളുടെ സമക്ഷത്തെത്തിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയുള്ളൂ. ഇവിടെ ഞങ്ങൾ ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ കൈവശം തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് പരിശോധിക്കേ. ആ പരിശോധിച്ചിട്ട് ഇത് ശരിയാണെങ്കിൽ ഞങ്ങൾ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. ഞങ്ങളുടെ വാഹനത്തിന് ഒരു ദിവസം പേപ്പറില്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ഞങ്ങളുടെ വീട്ടിൽ വരും. ഒരു വർഷമായിട്ട് ലൈസൻസ് ഇല്ലാത്ത ഒരു സമ്പ്രദായം ഇവിടെ നടക്കുമ്പോൾ ഒന്നുകിൽ അത് പരിശോധിച്ച് അവരെ കൊണ്ട് ലൈസൻസ് എടുപ്പിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. ഇപ്പോഴല്ല, ഒരു പ്രശ്നമുണ്ടായപ്പോഴല്ല, ഒരു വർഷമായി. ഇത് നിയന്ത്രിച്ചുകൊണ്ട് അതിനുള്ള മറ്റ് സംവിധാനം സർക്കാർ ഉണ്ടാക്കട്ടെ. ഇവിടുത്തെ പൊതുഗതാഗത സംവിധാനത്തിന് മറ്റൊരു സംവിധാനം ഉണ്ടാക്കട്ടെ. ഈ ഗതാഗത വകുപ്പ് മന്ത്രി എവിടെയെങ്കിലും KSRTCയുടെ കാര്യമല്ലാതെ ഈ ടാക്സി മേഖലയിൽ നിൽക്കുന്നതോ അല്ല കൊമേഴ്സ്യൽ മേഖലയിൽ നിൽക്കുന്ന ഏതെങ്കിലും ആളുകളുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് പരിഹരിക്കാൻ ധാരാളം സമയം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല? അപ്പം അതൊരു ബോധപൂർവമായി മറച്ചുവെക്കലല്ലേ? ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ നാട്ടിൽ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നിയമവിരുദ്ധ കള്ള ടാക്സികൾ. നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ പോലും നേരത്തെ ഇവിടെ സ്വകാര്യ വാഹനങ്ങൾ അറ്റാച്ച് ചെയ്ത് ഓടിയിട്ടുണ്ട് ഇല്ലേ? പല ഇതിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട്, അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് എടുക്കുന്ന വാഹനങ്ങൾ അത് ഇതുപോലെ സർവീസ് നടത്താനുള്ളതല്ല. അതിനുവേണ്ടിയാണ് ടാക്സി എന്ന് പറയുന്ന ഒരു ബോർഡ് കൊടുക്കുന്നത്. ഈ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിരത്തുകളിൽ
ദൈനംദിനം ആയിരക്കണക്കിന് വാഹനങ്ങൾ ഓടുമ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണിൽ ഇത്